നമസ്കാരം. കനകം മൂലം കാമിനി മൂലം കലഹം പലവിധമുലഹിൽ എന്ന് നമ്മുടെ പൂർവികരൊക്കെ പഴഞ്ചൊല്ല് പറയാറുണ്ട്. പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നുള്ളത് വളരെ വാസ്തവമാണെന്ന് അനുഭവജ്ഞാനത്തിലൂടെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. ഗോധയിൽ ബോക്സിംഗ് നടത്തുന്ന ഗോധയിൽ രണ്ടുപേർ ഏറ്റുമുട്ടുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. വീറും വാശിയും വൈരാഗ്യത്തോടെയുള്ള ഏറ്റുമുട്ടലാണ്. അതായത് ഒരാളെ തീർത്തിട്ടേ അടങ്ങുള്ളൂ. കിലുക്കത്തിൽ മോഹൻലാലും മറ്റേ ഗുണ്ടയായിട്ടൊരു ഗുസ്തി മത്സരം നടത്തുന്നുണ്ടല്ലോ. അപ്പം നേരത്തെ തീരുമാനിച്ച് മോഹൻലാൽ പറഞ്ഞു നമ്മൾ രണ്ടിലൊരാളെ ഗോത വിട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് സതീശനും മാങ്കൂട്ടും തമ്മിലുള്ള യുദ്ധം. ഇത് വെറുമൊരു മൊറാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ ആകാൻ ഒരു സാധ്യതയുമില്ല. ഇത്തരം മൊറാലിറ്റി ഒന്നും നമ്മൾ ഇന്നുവരെ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല ഒരു സ്ഥലത്തും, ഒരു സമൂഹത്തിലും, ഒരു വ്യക്തിയിലും. ഇങ്ങനെയുള്ള എമ്പടി പോരാട്ടങ്ങൾ വേറൊരു തലത്തിൽ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. അത് പെണ്ണിന് വേണ്ടിയിട്ട് കാമുകിയെ കിട്ടാൻ ഭർത്താക്കന്മാരാണ് ഭർത്താവിനെ കൊല്ലുന്ന കാമുകന്മാരുണ്ട്. ആ ഭർത്താക്കന്മാരെ ഇല്ലാതാക്കും. ഒരു പെണ്ണിനെ രണ്ടുപേർ സ്നേഹിച്ചാൽ മറ്റേ കാമുകനെ ഇല്ലാതാക്കുന്ന ആൾക്കാരും ഉണ്ട്. പഴയ പല സിനിമകളിലും നമ്മളിങ്ങനത്തെ കഥ കണ്ടിട്ടുണ്ട്. പെണ്ണിനെ സ്വന്തമാക്കാൻ വേണ്ടി പെണ്ണിൻ്റെ ഭർത്താവിനെയോ അല്ലെ മറ്റേ കാമുവിനെയോ അല്ലെ പുറകെ നടക്കുന്നവനെയോ ഇല്ലാതാക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇല്ലാതാക്കാൻ വി ഡി സതീശൻ ശ്രമിക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ ലെവലിലല്ല. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണുങ്ങളെ ഹരാസ് ചെയ്യുന്നുള്ളതിൻ്റെ പരിഹരിക്കാനുള്ള മൊറാലിറ്റിയുടെ സൈഡിലുമില്ല. അതിനാണ് നമ്മുടെ നാട്ടിൽ നീതിന്യായ വ്യവസ്ഥയുണ്ട്. സ്ത്രീകളെ പീഡിപ്പിക്കുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ ആ പീഡിപ്പിച്ചവനെ ഇല്ലാതാക്കാൻ ഈവൻ പീഡിപ്പിക്കപ്പെട്ട ഇരയുടെ ബന്ധുക്കളോ മാതാപിതാക്കളോ സഹോദരങ്ങളോ ഭർത്താക്കന്മാരോ ഇതേ രീതിയിൽ പോകാറില്ല. അവരെല്ലാം അഡോപ്റ്റ് ചെയ്യുന്നൊരു വ്യവസ്ഥിതിയുണ്ട്. നമ്മുടെ നീതിന്യായ വ്യവസ്ഥിതി നമ്മളൊക്കെ പറയുന്നത് പോലീസിൽ പരാതി കൊടുക്കുക, അന്വേഷണം നടത്തും, കുറ്റവാളിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവർ ചാർജ് ഷീറ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ പ്രോസസ്സ്. പക്ഷേ വി ഡി സതീശൻ ഇതൊന്നുമല്ല ഇവിടെ അഡോപ്റ്റ് ചെയ്ത്. വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇല്ലാതാക്കണം എന്നുള്ള വാശിയിലാണ്, വൈരാഗ്യത്തിലും. ഞാൻ പറഞ്ഞില്ലേ, ബോക്സിംഗ് ഗോതയിൽ പോലും ഇത്ര ഒരു ശൗര്യവും വാശിയും വൈരാഗ്യവും കാണാനില്ല. അതിന് കാരണം എന്താ? ഇവൻ ഇനി ജീവിച്ചിരുന്ന് തിരിച്ചു വന്ന് എന്തേലും ഒരു പദവിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇനി ആൻ ജോർജിനെ മാങ്കൂട്ടത്തിനോട് സ്നേഹമെങ്ങാനും പ്രേമെങ്ങാനും തോന്നിയെങ്കിലും അപ്പം മാങ്കൂട്ടത്തിലോട്ടുള്ള ചായ്വ് ഉണ്ടെന്ന് മനസ്സിലാക്കി ഈ വർഷങ്ങൾക്ക് മുമ്പേ ഈ റിനി പരാതി കൊടുത്തതാണെന്നാണല്ലോ സതീശനും ഈ റിനിയും പറഞ്ഞത്. എന്നിട്ട് എന്ത് നടപടിയാണ് സതീശൻ എടുത്തത്? അപ്പോൾ സതീശൻ അന്ന് വിചാരിച്ച് റിനി എൻ്റെ കസ്റ്റഡിയിൽ തന്നെ ഇരിക്കും, രാഹുലിൻ്റെ പുറകെ പോവുകയില്ലെന്ന്. ഇപ്പം രാഹുലിൻ്റെ ഒരു ചായ്വ് തുടങ്ങി ഒന്ന് സതീശന് സംശയം തോന്നിക്കാണും. അതാണ് ഇവളെ കൊണ്ട് തന്നെ ഇവളെ ബ്ലാക്ക് മെയിൽ ചെയ്യേണ്ടത്, തുരിപ്പിച്ചിട്ട് കാണും കയ്യിൽ. അപ്പോൾ ഇവളെ കൊണ്ട് തന്നെ പരാതി ഇതേ രൂപത്തിൽ അവതരിപ്പിച്ച് മാങ്കൂട്ടത്തിനെ കംപ്ലീറ്റ്ലി അങ്ങ് ഒഴിവാക്കുക. അതായത് അവന് സ്ഥാനവും പദവിയും മാനവും ഇല്ലെങ്കിൽ, റിനിയാൻ ജോർജിന് പിന്നെ ഫർദർ സ്നേഹം പ്രേമമൊന്നും കാമമൊന്നും തോന്നിയില്ലെങ്കിലോ രാഹുലിനോട്, അങ്ങനെ രാഹുലിനെ ഇല്ലാതാക്കാനുള്ള ഒരു വേട്ടയായിരുന്നത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന് നമുക്ക് വേണേൽ പറയാൻ പാർട്ടിക്ക് അതിനുള്ള അവകാശമുണ്ട്. നിയമസഭയിൽ ചെല്ലരുത്, MLA ചെല്ലരുതെന്ന് പറയാനൊരു പാർട്ടിക്കാരൻ ആരാണ്? ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ്. ഇവൻ കോടതി പോലും പറയത്തില്ല. ജയിലിൽ കിടക്കുന്ന കേജ്രിവാളിനോട് പെട്ടതല്ലേ അന്ന് ഇലക്ഷന് മത്സരിക്കാൻ വേണ്ടി. ഒരു MLA ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാണെങ്കിൽ അസംബ്ലിയുടെ സമയത്ത് പല ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുള്ള MLA മാരും മന്ത്രിമാരും അസംബ്ലി പോയി സംബന്ധിക്കാൻ കോടതി പോലും അനുവാദം കൊടുത്ത സ്ഥലത്താണ് ഇതൊന്നുമില്ലാതെ പാർട്ടിയുടെ ആളെ അല്ലാത്ത ഒരാളെ അസംബ്ലിയിൽ കയറ്റിയേക്കരുന്ന് സ്പീക്കറിന് കത്ത് കൊടുക്കുന്നു. ഇത്തരം സംഗതികളൊക്കെ നമ്മുടെ നാട്ടിലേ നടക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ലോകത്ത് അതായത് സാമാന്യ നീതിന്യായ ബോധമുള്ള ഒരു ജനസമൂഹത്തിൻ്റെ ഇടയിൽ നടക്കുകയില്ല. ഇവിടെ ഈവൻ സ്പീക്കർക്കും ഇടതുപക്ഷത്തിനും ആ കാര്യത്തിൽ നിശബ്ദതയാണ് അവർ പാലിച്ചത്. സ്വന്തം പാർട്ടിയിൽ ഒരു MLA അസംബ്ലിയിൽ പോകരുതെന്ന് പറയാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന് സാധിക്കും. അവനെ പാർട്ടിയുടെ നേതാവായിട്ട് വെച്ച് പൊറപ്പിക്കുന്ന പാർട്ടി അണികളെയാണ് കുറ്റം പറയേണ്ടത്. അതുകൊണ്ടാണ് മോദി പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം വേണമെന്ന്. പക്ഷേ കോൺഗ്രസ്സിലുള്ളവർ, കോൺഗ്രസിലെ നേതാക്കന്മാരെല്ലാം ഇതുപോലെയാണ്.
നിലമ്പൂർ PV അൻവറിനെ കൂട്ടിയില്ല, സതീശൻ മാത്രമാണ് വാശി പിടിച്ച്. എന്തിനാ? അവിടെ പിണറായിയുടെ ആൾക്കാർ ജയിക്കണമെന്നായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഷൗക്കത്തിൽ ജയിച്ചു. ഇപ്പോൾ തന്നെ അടുത്ത ഇലക്ഷന് പിണറായി ജയിക്കണമെന്നാണ് BJPയുടെയും സതീശൻ്റെയും ആവശ്യം. അതിനു വേണ്ടിയുള്ള ഒരു പണിയാണ് പാർട്ടിയിൽ അതിലും ഈ കുത്തിത്തിരിപ്പുണ്ടാക്കിയത്. അതായത് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, കോൺഗ്രസിന് മൊത്തം ഒരു ക്ഷീണം ഉണ്ടാക്കുന്ന കേസാണ്. അവിടെ ഒരു പാർട്ടിയുടെ പ്രസിഡന്റ് നേതാവ് പറയുകയാണ്, അവിടെ MLA അസംബ്ലിയിൽ ഇരുത്തിയേക്കരുത്, ഇത്തരം തെമ്മാടിത്തരം വച്ച് പൊറപ്പിക്കരുത്. ഇവിടെ കോൺഗ്രസ് മുക്ത് ഭാരതമല്ല, കോൺഗ്രസ് മുക്ത് കേരളം തന്നെയാണ് ഇന്നത്തെ ആവശ്യം. ഞാൻ ഈ VD സതീശൻ നിലമ്പൂർ ഇലക്ഷൻ്റെ സമയത്ത് പിണറായിയും സതീശൻ പിണറായിയുടെ പിണയാളെന്നും പറഞ്ഞൊരു വീഡിയോ ഇട്ടായിരുന്നു. അന്നേ ഞാൻ പറഞ്ഞു VD സതീശൻ വർക്ക് ചെയ്യുന്ന പിണറായിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ നിലമ്പൂർ നിർഭാഗ്യവശാലാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം തിരിഞ്ഞു പോയത്. അത് IUMLൻ്റെ ശക്തമായ ഇടപെടൽ മൂലമാണ്. അതുകൊണ്ട് VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പം പിണറായിയുടെ ഡബിൾ ഏകാധിപത്യ പ്രവണതയില്ല. കോൺഗ്രസ് പ്രസിഡന്റ് പോലും ഇവിടെ ഒന്നും മിണ്ടുന്നില്ല. ഒറ്റ കോൺഗ്രസ് നേതാക്കൾക്ക് VD സതീശൻ പറഞ്ഞതിനെതിരെ പറയാനുള്ള ധൈര്യം ഇല്ലാതായിപ്പോയി. എന്തൊരു പരിതാപകരമായ അവസ്ഥ നമ്മുടെ കോൺഗ്രസിന് കേരളത്തിൽ. ആ നിലമ്പൂര പ്രശ്നത്തിൽ എല്ലാവരും അടങ്ങി ഒതുങ്ങി താണു കൊടുത്തുകൊണ്ടാണ് ഇന്നിപ്പോൾ സതീശൻ ഇവിടെ കയറിയിട്ട് ഏകാധിപതിയെ പോലെ പെരുമാറുന്നത്. അപ്പോൾ ഇയാൾ അടുത്ത മുഖ്യമന്ത്രിയായാൽ കേരളത്തിലെ അവസ്ഥ നോക്കും. ഇന്ന് പിണറായി ഏകാധിപതിയാണ്, തോന്നിയാസിയാണ്, ധിക്കാരിയാണെന്ന് പറയുന്നതിൻ്റെ 10 മടങ്ങ് ധിക്കാരിയായിരിക്കും സതീശൻ. ഈ സതീശനെ രാഷ്ട്രീയത്തിൽ ഇല്ലാതാക്കേണ്ട ആവശ്യം ഇന്ന് കോൺഗ്രസിൻ്റെ മാത്രമല്ല, കേരള ജനതയുടെ എല്ലാ പാർട്ടിക്കാരുടെയും ആവശ്യമാണ്. വിവാഹബന്ധം വേർപെടുത്തി കഴിഞ്ഞ് മുൻ ഭർത്താവ് മുൻ ഭാര്യ വേറെ വിവാഹം കഴിക്കാനായിട്ട് ആലോചന നടക്കുമ്പോൾ അവളെ കെട്ടിയേക്കരുതെന്നും പറഞ്ഞ് നടക്കുന്ന സ്വഭാവമാണ് VD സതീശൻ്റെ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവനെ അസംബ്ലി കയറ്റരുതെന്നും പറഞ്ഞ് നടക്കുന്ന ഇതുപോലത്തെ ഒരു വേടൻ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? നന്ദി, നമസ്കാരം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ക്യാപ്റ്റൻ ജോയി.